ഒരു രോഗവും നമ്മളെ ബാധിക്കത്തില്ല. 13 വയസ്സ് മുതൽ ഈ പ്രായം വരെ 2-3 പകലടിക്കരുത്, രാത്രിയിൽ അടിക്കുക. സന്ധ്യ കഴിഞ്ഞ് അടിക്കാവും. പകലടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകും. പകൽ ഞാൻ അടിക്കത്തില്ല. 1,00,000 രൂപയുടെ വിദേശമദ്യം കൊണ്ടു ഞാൻ കുടിക്കത്തില്ല. ഇത് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 2 പെഗ് അടിച്ച് ആവശ്യം പോലെ ആഹാരം കഴിച്ചിട്ട് 2 കൈ കാലിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങുക. ഈളമൊക്കെ ഒലിക്കും, മൈൻഡ് ചെയ്യല്ലേ. 4-5 ആകുമ്പോൾ എണ്ണീക്കുക, അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, തൂമ്പ എടുത്ത് കളയ്ക്കുക, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക. പക്ഷെ ഇതിനെ മറക്കരുത്. 2 പെഗ് ജവാൻ, ജയ് ജവാൻ, ഇതിൽ 2 പെഗ് അടിക്കുക, സുഖമായിട്ട് ഒരു രോഗവും നിങ്ങളെ ബാധിക്കത്തില്ല. സകല രോഗനിവാരണിയാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഹൃദയം നുറങ്ങിയവന് 2 പെഗ് മദ്യം കഴിക്കണം. 2 പെഗ് മദ്യം കഴിക്കുക. 2 പെഗ്ഗേ കുടിക്കാവും. 3-ാമത്തെ പെഗ് അടിച്ചാൽ അവൻ കോഞ്ഞാട്ടയാകും. 2 പെഗ് അടിച്ച് സുഖമായിട്ട് കിടന്നു. ഒരു രോഗവും, കൊളസ്ട്രോൾ മാറും, ഷുഗർ മാറും, പ്രഷർ മാറും, ഉന്മേഷം കിട്ടും, ഉണർവ് കിട്ടും, നല്ല സുഖമായിട്ട് കിടക്കും. പിന്നെ ഈ ജവാൻ അടിക്കുന്നവരൊരു കാര്യം ചെയ്യണം. 2 പെഗ് അടിച്ച് ചില കോൾഗേറ്റ് എടുത്ത് പല്ല് തേച്ചേ കിടക്കാവും. അല്ലാതെ കിടക്കരുത്. എന്നറിയോ, ഇതിന് കുമാന്നൊരു നാറ്റമുണ്ട്. എനിക്ക് അതിന് അറിവുള്ളവൻ പറയണമല്ലോ, ഇതിൻ്റെ ഡെഫക്റ്റ് കൂടെ പറയണമല്ലോ. ഇത് നന്മയുടെ ഒരു വശം പറഞ്ഞപ്പോൾ അതിൻ്റെ തിന്മയും കൂടെ പറയണം. നമ്മളിപ്പം ഒരു മുറി കയറി AC ഒക്കെ ഇട്ട് കിടക്കുവാണെങ്കിൽ ഈ 2 പെഗ് അടിച്ചേച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ അയലോക്കത്ത് കിടക്കുന്നത്, നമ്മുടെ ഭാര്യ അയലോക്കത്ത് കിടക്കുന്നത് ഭയങ്കര ദുർഗന്ധമാണ്. നമ്മളിങ്ങോട്ട് തിരിഞ്ഞു, അതുകൊണ്ട് പല്ല് തേച്ചേച്ച് കിടക്കണം. പെണ്ണുമ്പഴയുടെ അങ്ങോട്ട് തിരിച്ച് അവളെയും കിടത്തണം, നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇല്ലല്ലേ, മൈഗ്രീനുള്ള പെണ്ണുങ്ങൾക്ക് അസ്വസ്ഥത. അല്ല, ഇത് അടിക്കുന്നവൻ തിണ്ണേ കിടക്കണം, തിണ്ണേൽ. അല്ലെങ്കിൽ വരാന്ത അകത്ത്. തിണ്ണേ കിടന്നാൽ പട്ടി അടിച്ചേച്ച് പോകും. തിണ്ണേ കിടക്കണ്ട, അകത്ത് കിടക്കണം. ഒരു പാവിരിച്ച് സുഖമായിട്ട് ഒരു 3-3:30 ആകുമ്പോൾ 4 മണിയാകുമ്പോൾ ഉണരും. എല്ലാം ചെന്ന് പെണ്ണുമ്പഴയുടെ കാലത്തൊരടി കാപ്പി വല്ലതും ഉണ്ടോ ഒന്ന് അനുസരിച്ച് തരാമെന്ന് വെച്ച് അവളെ 4 മണിക്ക് ഉണർത്തുവാണെങ്കിൽ പകൽ അവളെ കിടത്തി ഉറക്കുകയും ചെയ്യണം. നമ്മൾ മുഖാന്തരം 2 മണിക്കൂറൊക്കെ അവരുടെ ഉറക്കം കളഞ്ഞാൽ വലിയ മോശമാണ്. പകല് അടി കിടന്നുറങ്ങിക്കും, നമ്മൾ കിടക്കണം. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ഷാജി, ജയ് ജവാൻ. ഇത് എൻ്റെ ഒരു കാര്യം. നിങ്ങൾ ഒരു വൈറസിനെയും പേടിക്കണ്ട. ഒരിടത്തോണ്ടും സിനിമാ തിയേറ്ററിൽ പോകരുത്, വലിയ വലിയ സ്ഥലങ്ങളിൽ പോകല്ലേ, ആവശ്യമില്ലാതെ ചിക്കനും മട്ടനും ഒന്നും ഇപ്പം മേടിക്കണ്ട. നമുക്ക് വല്ല കാച്ചിലോ കാപ്പയോ ചേനയോ ഒക്കെ പുഴുങ്ങി പഴയ രീതിയിൽ വല്ലതൊക്കെ വെട്ടി പുഴുങ്ങിയൊക്കെ തിന്ന് അങ്ങ് ജീവിച്ചാൽ മതി. എന്നിട്ട് ഈ വൈറസിനെ പരത്തുന്ന എല്ലാം മൃഗങ്ങളിലൂടെ. ഇത് നമ്മൾ ചന്തയിലൊക്കെ ചെന്ന് കഴിഞ്ഞ് സാധനം മേടിക്കും, ഇതൊക്കെ ഇവിടുന്ന് വരുന്ന ചത്തതിനെയൊക്കെയാണ് നമുക്കറിയാൻ പറ്റിയത്. എന്തൊക്കെ ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം മൃഗങ്ങൾക്കൂടെ പകരുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് പഴയ രീതിയിൽ കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ് ഇതൊക്കെ തിന്ന് വല്ലതൊക്കെ ജോലിയൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിച്ച് ഈ ലോകത്തു നിന്ന് അങ്ങ് പോവാം. എന്നുവെച്ചാൽ കള്ളനും മരണവും നമ്മുടെ കൂടെയാണ്. കള്ളം വരുന്നതും അറിയത്തില്ല, മരണം വരുന്നതും അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ വേണ്ടപ്പെട്ടവരോടൊക്കെ ഞാൻ പറയുന്നൊരു ഭാവമാണ്, നമ്മളിന് വലിയ ഹ്രസ്വമായ ജീവിതമുള്ളൂ. ആ ജീവിതം 2 പെഗ്ഗൊക്കെ അടിച്ച് ദൈവത്തെ വിളിച്ച് നന്മ ചെയ്ത്, നന്മയും തിന്മയും നമ്മുടെ മുന്നിലുണ്ട്. നന്മ ചെയ്യുന്നവന് നന്മയുടെ വശത്തിൽ പോകും, തിന്മ ചെയ്യുന്നവൻ തിന്മ ചെയ്യുന്നവൻ കാരാഗ്രഹത്തിലാവും, നന്മ ചെയ്യുന്നവന് സുഖമായിട്ട് കിടക്കണം. അതുകൊണ്ട് ഒരു സിഗരറ്റൊക്കെ വലിച്ച്, ഒരു അണ്ടറാങ്ക അടിച്ച്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച്, ഒരു പാട്ടും പാടി സുഖമായിട്ട് കിടന്നുറങ്ങണം. നാളെ നേരം വിളിക്കുമ്പോൾ നമുക്കറിയത്തില്ല. നമ്മുടെ പൂർവികരെല്ലാം ഈ ലോകത്തുനിന്ന് പോയി, നമ്മളും പോവും. ഇനി നമ്മുടെ തലമുറകൾ വരും. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടി സുഖമായിട്ട്, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞങ്ങു പോയില്ലേടി. കുതിരയ്ക്കു കൊമ്പില്ല, മുതിരയ്ക്കു മധുരില്ല, പച്ചില പാമ്പിനു
പത്തിയില്ല. കുതിരയ്ക്കു കൊമ്പില്ല, മുതിരയ്ക്കു മുതിരില്ല, പച്ചില പാമ്പിനു പത്തിയില്ല. ഓടപ്പുഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഇന്നെന്റെ വീട്ടിലെ കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഓടപ്പുഴം പോലൊരു അല്ലേ, എല്ലാവരും 10, 20, 21, 22 വയസ്സ് 23 വയസ്സൊക്കെ ആകുമ്പോൾ ഓടപ്പുഴം പോലൊരു പെണ്ണിനെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചു. കിട്ടുന്നവർക്കൊക്കെ കിട്ടട്ടെ, ഇല്ലാത്തവർക്കുണ്ട്. എനിക്ക് 21 വയസ്സ് കിട്ടി, ഹാപ്പിയാ. ഓടപ്പുഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അനഞ്ഞോനാണ്ടി.